ഹലോ, എന്താ? ഒന്ന് ചുമ്മാ ഇരിക്കലേ. നെക്ലേസ് ഇവിടെ പോവാനാ? വീടിൻ്റെ ജനലോ വാതിലോ ഇളക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതവിടെ തന്നെ കാണും. വേണ്ട, പോലീസൊന്നും പറയണ്ട, അതൊക്കെ ആകെ കുലുമാലാകും. പോലീസ് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം. ഈ നെക്ലസ് എത്ര പവനുണ്ടായിരുന്നു? പവൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എന്താ ഡേവിസ് ചേട്ടാ കാര്യം? പോവാനുള്ളത് പോയില്ലേ? ആ, ഗോപിയേട്ടൻ വന്നല്ലോ. എന്ത് പറ്റി? ഡേവിസ് ചേട്ടനെ മോളിച്ച് വെച്ചേക്കുണ്ടല്ലോ. നെക്ലേസ് മോശം പോയത് അറിഞ്ഞിട്ട് വന്നതാണ് അളിയ. സുധാരണ ഇപ്പം വന്നു. അതൊക്കെ പിന്നെ പറയാ. അളിയൻ എന്താ ഇക്കാര്യം പോലീസിൻ്റെ അടുത്ത് പറയാതിരുന്നത്? ഒരു മിനിറ്റ്. അതെ, ഇപ്പോഴത്തെ പോലീസുകാരുടെ കാര്യം അറിയില്ലേ? അവർ വാദിയെ പ്രതിയാക്കി കളയും. മാത്രമല്ല, നെക്ലേസ് ഇവിടെ തന്നെ കാണുന്നേ, വേറെ ഇവിടെ പോവാനാ? വീട് മൊത്തം അരിച്ചു പെറുക്കി. പിന്നെ അത് ഇവിടെ പോയി കുറേയൊക്കെ ശ്രദ്ധ വേണം. ഭാഗ്യത്തിന് ഇവിടുത്തെ എസ്ഐൻ്റെ പരിചയക്കാരനാണ്. അങ്ങനെ ഏത് കള്ളനും സെക്കൻഡ് വെച്ച് പിടിക്കും. അപ്പൊ പോലീസിൽ പറഞ്ഞു അല്ലേ? വേറെന്താ വഴി? വിരലടയാളം പരിശോധിക്കുന്നവരും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. കള്ളം പോയാലും വിരലടയാളം അവിടെ തന്നെ കാണുമല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോവാം. ലേബേഴ്സിന് കൂലി കൊടുക്കണം, ഇപ്പം തന്നെ വൈകി. കൂലിയൊക്കെ പിന്നെ കൊടുക്കാം. പോലീസുകാർ വരും, വീട്ടുകാരനില്ലാതെ എങ്ങനെയാ? അതല്ല, എനിക്ക് ആട്ട വാങ്ങണം ചപ്പാത്തി ഉണ്ടാക്കാൻ. ആട്ട ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ പ്രശ്നങ്ങളുണ്ട്. നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറുള്ള സുധാര? ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്. ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ? ഇവിടുത്തെ വീട്ടുകാരാണ്, എൻ്റെ അളിയനാണ് സാറേ. അത് ശരി. എന്താ ചോദിച്ചാ? വിരലടയാള പരിശോധിക്കുന്ന ആള് അല്ലേ വന്നിട്ടുണ്ട്. എന്താ? അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിൻ്റെ ഇടയിൽ നീ കള്ളൻ്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ? എവിടെ ജോലി ചെയ്യുന്നത്? അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ. ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാറിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ. അത് സാരല്ല, വരൂ. സുധാര സാർ, ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചോ? എല്ലാവരും പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയില്ല. പോയിക്കോളും. ശരി, പോയിക്കോളും.